ഹായ് ഹലോ. അപ്പോൾ ജയിലിലൊക്കെ ഇപ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. ഭാസ്കര കാരണവർ കൊലക്കേസിലെ ഷെറിൻ ജയിൽ മോചിതയായിട്ടുണ്ട്. ഇപ്പോൾ ജയിലിലൊക്കെ കുറ്റവാളികൾക്ക് എന്നാ ട്രീറ്റാണെന്നറിയാമോ? നല്ല ഫുഡ്, ചപ്പാത്തി, ചിക്കൻ കറി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കുറ്റം ചെയ്തിട്ട് ജയിലിലോട്ട് അങ്ങ് പോയാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ മെമ്പർ ആയിരിക്കണം. ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് അതിൻ്റെ മെമ്പർ ആയിരിക്കണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണെങ്കിൽ ചെറിയ 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 സംഭവങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തു വരാം. ജീവപര്യന്തം എന്ത് വലിയ ശിക്ഷ കിട്ടിയാലും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും ഗായ്സ്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പരോൾ കിട്ടും കേട്ടോ. നമ്മൾ ഭരിക്കുന്ന പാർട്ടിയുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണാപ്ലിക്കേഷൻ ഉണ്ടായാൽ മതി, പ്രത്യേകിച്ചും പെണ്ണുങ്ങളാണെങ്കിൽ. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ അറിയാമല്ലോ, ആണുങ്ങളെ നമ്മൾ കാണുന്നതാണല്ലോ. ഇവിടെ മൊബൈൽ ഫോണ്, 10 ബിരിയാണി, മറ്റേത് മറിച്ചേത്, ഇടയ്ക്കിടയ്ക്ക് പരോളും, ഇതൊക്കെയുള്ള ഭയങ്കര ട്രീറ്റാണ് ഗായ്സ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സാധനങ്ങളുടെ വില കൊണ്ട് ഭയങ്കരമായ വിലയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. സാധനങ്ങൾ ഭയങ്കര വിലക്കയറ്റും. അത് കണക്ക് ഇപ്പുറത്തെ ഹോം ലോണ്, കാർ ലോണ്, പിന്നെ പേഴ്സണൽ ലോണ്, പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം. അയ്യോ എൻ്റെ ദൈവമേ. പിന്നെ കെട്ടിയോൻ്റെ ചീത്തവിളി ഒരു വശത്തൂടെ, പിന്നെ കെട്ടിയോളാണെങ്കിൽ കെട്ടിയോള ചീത്തവിളി. എല്ലാം കൊണ്ടും പൈസ പണം വേണം. എല്ലാത്തിനും പ്രശ്നം. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അച്ഛൻ അമ്മ എല്ലാം പ്രശ്നം, അമ്മായിയമ്മ അമ്മായിച്ചൻ എല്ലാം പ്രശ്നം. എന്തിനാണ് നമ്മൾ ഈ പ്രശ്നം അനുഭവിക്കുന്നത്? നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് തട്ടുക, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് നേരെ ജയിലിൽ പോവുക. ജയിലിൽ നല്ല സുഖമായ ഭക്ഷണം, ഒന്നും അറിയണ്ട, ഭക്ഷണം, ഉറക്കം, കൂടി എന്തെങ്കിലും ഒരു ജോലി തരും. ആ ജോലിയും ചെയ്ത് അവിടെ സുഖമായിട്ട് ഈച്ചയായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സൊറയൊക്കെ പറഞ്ഞിരിക്കാം. എന്തോ ഒരു ജീവിതം അല്ലേ. നമ്മൾ ടൂറിനൊക്കെ പോയിട്ട് യാതൊരു പ്രശ്നമില്ല. നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിക്കണ്ട, വീടിന് വാടക കൊടുക്കണ്ട, കാറിന് ലോൺ അടയ്ക്കണ്ട, ഹോം ലോൺ അടയ്ക്കണമെങ്കിൽ ഹോം ലോൺ അടയ്ക്കണ്ട, പിള്ളേർക്ക് പുസ്തകം വാങ്ങിക്കണ്ട, പിള്ളേരെ ഫുഡ് നോക്കണ്ട, പെണ്ണുമ്പിള്ളയുടെ പരാതി കേൾക്കണ്ട, ഭർത്താവിൻ്റെ പരാതി കേൾക്കണ്ട, അമ്മായിമ്മയുടെ പരാതി കേൾക്കണ്ട, അമ്മായിപ്പൻ്റെ പരാതി കേൾക്കണ്ട. എന്തോ ഒരു സുഖം. ജയില് തന്നെ കേട്ടോ, പരമസുഖം. ഇപ്പോഴത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോകുന്ന സഖാവ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ എന്താ വേണം? എല്ലാം ഉപയോഗിക്കും. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കേണ്ട പറ്റത്തില്ല. നിങ്ങൾ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, ഭരിക്കുന്ന പാർട്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഗുണാപ്ലിക്കേഷൻ മതി ഗായ്സ്. അപ്പോൾ എന്തായാലും ഈ സ്ത്രീ വന്നിരുന്നോ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ ജയിലിലോട്ട് കയറ്റാൻ നോക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കരുത് ഗായ്സ്, ഒരിക്കലും കേൾക്കരുത്.